താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ചന്ദ്രലേഖ അവരെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു. സേവി അമ്മാനും കൂടി ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ഇഷാനിയും ശ്രീകുട്ടി അമ്മയും അടുക്കളയിൽ ഒത്തുകൂടി. ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയെന്ന് പറഞ്ഞെങ്കിലും ചന്ദ്രലേഖ സമ്മതിച്ചില്ല. ചായ കുടിക്കണമെന്ന് നിർബന്ധം പറഞ്ഞു. ചായയും പലഹാരവും നിരത്തി. ചായ മാത്രം കുടിച്ചു എല്ലാവരും. കുറെ നേരം സംസാരിച്ചിരുന്നു. ഫുഡ് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു അവിടെ. ബിരിയാണിയും സാദാ ചോറും എല്ലാം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം അവർ തിരികെ പോവാൻ ഇറങ്ങി. വരുന്ന വഴിക്ക് തിയേറ്ററിൽ കയറി സിനിമയ്ക്ക് ടിക്കറ്റും എടുത്തു. സിനിമ തുടങ്ങാൻ കുറച്ച് സമയം കൂടി ഉള്ളതുകൊണ്ട് അമ്മയെയും ശ്രീകുട്ടിയെയും കൊണ്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് കയറി സേവി. ശ്രീകുട്ടിക്ക് അമ്മയ്ക്കും ചെറിയ രീതിയിൽ പർച്ചേസിങ് നടത്തി. ഒരു മകനെ പോലെ അവരോടൊപ്പം നിൽക്കുന്ന സേവിയെ കണ്ടപ്പോൾ രാജിയമ്മയുടെ കണ്ണ് നിറഞ്ഞു. എന്തിനാ മോനെ ഇത്രയൊക്കെ സാധനങ്ങൾ? വിവാഹത്തിന് അത്യാവശ്യമുള്ള വാങ്ങിയതല്ലേ? നിസ്സായതോടെ അവന് നോക്കി ചോദിച്ചു അവർ. അമ്മ അതൊന്നും ആലോചിക്കണ്ട, പറയുന്ന അനുസരിച്ചാൽ മതി. ഒടുവിൽ സേവിക്കൽപ്പം ശാസനയോടെ പറയേണ്ടി വന്നു. ശ്രീകുട്ടി നല്ല സന്തോഷത്തിലായിരുന്നു. ഇഷാനിയോട് എന്തെങ്കിലുമൊക്കെ എടുത്തോളാൻ പറഞ്ഞു. കുറെ പുതിയതൊക്കെ എടുത്തുകൊണ്ട് അവൾ വേണ്ടെന്ന് പറഞ്ഞു. ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴേക്കും സിനിമ ഇറങ്ങാനുള്ള സമയമായിരുന്നു. സേവി ഇഷാനിയും അടുത്തടുത്താണ് ഇരുന്നത്. ലൈറ്റ് അണഞ്ഞപ്പോൾ അവന്റെ കൈകൾ അവളിൽ കുസൃതി കാണിക്കാൻ തുടങ്ങിയിരുന്നു. സിനിമ കാണാനാണോ വന്ന്, അല്ലെങ്കിൽ എന്നെ അരട്ടാനോ? അവൾ പതുക്കെ ചോദിച്ചു. രണ്ടും. സേവി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. മര്യാദക്ക് ഇരിക്കിച്ച, ആരെങ്കിലും കാണൂട്ടോ? ആൾ പതിയെ പറഞ്ഞു. ആരും കാണില്ല. അവന്റെ കൈ അവളുടെ സാരിക്കിടയിൽ കൂടി നോണ്ട് കയറി പതിയെ വാരിൽ തഴുകി തലോടി. ഇടക്ക് അവൾ അവന്റെ കയ്യിൽ നിന്നുള്ളി. അവന് ദേഷ്യത്തിൽ നോക്കുന്നുണ്ടെങ്കിലും അവൾ അവന്റെ കുസൃതികളെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇന്റർവെൽ സമയത്ത് ഇരുവരും കൂടി പോയി കഴിക്കാൻ ഐസ്ക്രീമും പോപ്കോണും വാങ്ങി വന്നു. സിനിമ കഴിഞ്ഞ് മടങ്ങുമ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ആഹാരം കഴിച്ചിട്ടാണ് മടങ്ങിയത്. തിരികെ വന്നപ്പോഴേക്കും നന്നേ ക്ഷീണിച്ചു പോയിരുന്നു ഇഷാനി. സേവിയകത്ത് ബാത്റൂമിൽ കുളിക്കാൻ കയറിയപ്പോൾ അവൾ താഴെയുള്ള ബാത്റൂമിൽ പോയി കുളിക്കാൻ. കുളി കഴിഞ്ഞു വരുമ്പോൾ സേവി ജോസൂട്ടി വിളിച്ച് സംസാരിക്കുകയായിരുന്നു ഓഫീസിലെ കാര്യങ്ങൾ. ഇഷാനി വന്നതോടെ ആ സംസാരം അവസാനിപ്പിക്കാൻ തിടുക്കം കൂട്ടിയവൻ. ശരിടാ, നാളെ കാണാം, ഇടകട്ടെ, വല്ലാത്ത ക്ഷീണം. ഇഷാനിയെ തന്നോട് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് സേവി പറഞ്ഞു. ഓ തന്നെ നടക്കട്ടെ. ജോസൂട്ടി ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ഫോൺ സേവി ടേബിൾ വെച്ചു. വെക്കുമ്പോഴേക്കും ഒരു ഫോൺ കൂടി വന്നു. ഒരു മിനിറ്റ്, ഞാനൊന്ന് പുറത്തു നോക്കി വരാം, ഒരു അർജന്റ് കോളാ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നവൻ. ആരെ ഈ നേരത്ത്? ആലോചിച്ചുകൊണ്ട് അവൾ ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചു. 10 മിനിറ്റിന് ശേഷമാണ് സേവി തിരികെ വന്ന്. മുടി ഒതുക്കി കെട്ടുന്ന ഇഷാനിയുടെ പിന്നിലൂടെ വന്നവൻ കെട്ടിപ്പിടിച്ചു. അതേ, ഇന്ന് എനിക്കൊരാഗ്രഹം. അവനവളുടെ കാതിന് തുമ്പിലൊന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ചായ? അവന്റെ മാറിലേക്ക് മുഖം വെച്ച് മിഴികൾ മാത്രം ഉയർത്തി അവളവനെ നോക്കി ചോദിച്ചു. എന്നും ഞാനല്ലേ സ്കോർ ചെയ്യുന്നത്, ഇന്ന് നീ എന്നെ? ബാക്കി പറയാതെ അവളെയും വലിച്ച് ബെഡിൽ കിടന്നവൻ അവന്റെ ദേഹത്ത് കിടന്നവൾ ഇരുകൈയും നെഞ്ചിൽ കുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവന്റെ ഇരുകൈകളും അവളുടെ അരക്കെട്ടിൽ മുറുകി. ഇന്ന് നീ എന്നെ ലഹരി കൊണ്ട് നിറക്കണം, നോക്കട്ടെ നീ എന്തൊക്കെ പഠിച്ചു എന്ന്. അവൻ കള്ളനോട്ടം നോക്കി പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ഞാനോ? അയ്യോ, എനിക്കറിയില്ല. അവളുടെ മുഖം ചുവന്നു. അറിയാനൊന്നുമില്ല, എനിക്കും അറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ആണും പെണ്ണും ഇതൊക്കെ തനിയെ അറിയുന്ന പ്രമാണം. അതല്ലേ കർത്താവ് ആദത്തിന് ഹവ്വയെ കൂടി കൊടുത്തത്. അവരെ ആരും പഠിപ്പിച്ചിട്ടില്ല, എന്നിട്ട് അവർക്ക് മക്കളുണ്ടായില്ലേ? അവൻ പറയുന്ന കേട്ട് ഒന്നും മനസ്സിലാവാതെ അവൾ നോക്കി. അതൊക്കെ പോട്ടെ, സംസാരിച്ചു വെറുതെ ടൈം കളയാതെ പറഞ്ഞുകൊണ്ട് സേവി അവളെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. അവളുടെ നനഞ്ഞ മുടി അവന്റെ ദേഹത്തേക്ക് കഴിഞ്ഞു വീണു. മത്ത് പിടിപ്പിക്കുന്ന രീതിയിൽ അവൾ ഇരുകൈകളും അവന്റെ തലയ്ക്ക് ഇരുവശത്തുമായി കുത്തിയൊന്ന് ഉയർന്നു. അവന്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ നിശ്ചലമായി. അവന്റെ നെറ്റിയിൽ അവളുടെ അധരം പതിഞ്ഞു. പിന്നീട് കൺപോളകളിൽ കണ്ണുകൾ അടച്ചു പിടിച്ചവൻ അവളുടെ ചുംബനെ ഏറ്റുവാങ്ങി. അവന്റെ കവിളിലും കാതിലും അവളുടെ അധരം ഇഴഞ്ഞു. അതുവരെ അനുഭവിക്കാത്ത ഒരു തരം ലഹരിയിലായിരുന്നവൻ. അവന്റെ അധരം അവൾ നുണഞ്ഞെടുത്തപ്പോൾ അവൻ അവൾ ഇറുക്കി ദേഹത്തേക്ക് അമർത്തി പിടിച്ചു. തീവ്രമായി അവൾ ചുംബിച്ചു തളർത്തി അവനെ. എത്ര നുകർന്നാലും മതിവരാത്ത ലഹരി കണ്ടെത്തുകയായിരുന്നു അവൾ. ശ്വാസം മുട്ടി പിടയുമെന്ന് തോന്നിയപ്പോൾ അവൾ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവന്റെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ചു. നെഞ്ചിലെ രോമങ്ങളിൽ വിരലോടിച്ചു. അവന്റെ കൈകൾ അവളിൽ അനഞ്ഞു തുടങ്ങിയിരുന്നു. പെണ്ണേ, അവനിലെ പുരുഷൻ ഉണർന്നു കഴിഞ്ഞിരുന്നു. കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്ത പോലെ വസ്ത്രങ്ങൾ അവൾ തന്നെ ഊരി മാറ്റി. വീണ്ടും അവളുടെ ചുണ്ടുകൾ അലഞ്ഞു അവനിൽ. കഴുത്തിൽ, നെഞ്ചിൽ, വയറിൽ ശരീരങ്ങൾ ചൂടുപിടിച്ചു തുടങ്ങിയിരുന്നു. നഗ്നമേനികൾ പരസ്പരം തെന്നി നീങ്ങി. അവളുടെ അതരം അരയിൽ പതിഞ്ഞപ്പോൾ അവനൊന്ന് വെട്ടിവിറച്ചു. അവളുടെ മുടി അവന്റെ നെഞ്ചിലും വയറിലും പരന്നു കിടന്നു. പിന്നെയും താഴേക്ക് അവൾ ഊർന്നിറങ്ങിയപ്പോൾ അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് ആ നെറുകയിൽ അമർത്തി ചുംബിച്ചു.
എന്താ വേണ്ടേ? ആളവന്റെ കാതിൽ ചുണ്ടുകൾ ചേർത്ത് ചോദിച്ചു. മതി പൊന്നെ, നിന്നെങ്ങനെ നോക്കി നിൽക്കാൻ എന്ത് രസമാണെന്നറിയോ? നിന്റെ കണ്ണുകളിലൂടെ ഒലിച്ചിറങ്ങുന്ന ആ പ്രണയത്തിന്റെ ലാവ അതെന്നെ വല്ലാതെ മത്തു പിടിപ്പിക്കുന്ന പെണ്ണെ. എന്നെ ഒന്ന് ചേർത്തു പിടിക്കുക. അവനവളെ നെഞ്ചോട് ചേർത്ത് അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒറ്റ മറിച്ചിലിൽ അവളെ തന്റെ അടിയിലാക്കി. എന്റെ പെണ്ണ് തളർന്നു പോവും പറഞ്ഞുകൊണ്ട് അവളുടെ അതിനെ ഏറ്റെടുത്തവൻ. അവന്റെ ആവേശം കൂടി. അവളിൽ മധു തേടി അലഞ്ഞു അവന്റെ അധരം. ശാസനയോട് അവനെ പിടിച്ചു വെച്ച അവളുടെ കൈകൾ ചുംബനം കൊണ്ട് അവഗണിച്ചവൻ. പ്രണയം വഴിമാറി ഒഴുകി. അവളുടെ നേരത്തെ വിളിവച്ച അവന്റെ ആവേശത്തെ കൂട്ടി. അവളിലേക്ക് പറന്നേറിയവൻ ഓരോ നിമിഷവും നിറയുന്ന അനുഭൂതിയായി. പരസ്പരം വികാരങ്ങൾ ലഹരിയായി ഒഴുകുന്ന നിമിഷം. അവളുടെ ഞെരക്കവും മൂളലും സീൽക്കാരങ്ങളും അവന്റെ ആവേശത്തെ ഉണർത്തി. ആനന്ദത്തിന്റെ പൂർണ്ണതയിൽ അവളിലേക്ക് അവനെ പൂർണ്ണമായി നിറച്ച് ചെറിയൊരു കിതപ്പോട് അടർന്നു മാറി കിടക്കുമ്പോൾ വിയർത്തു കുളിച്ചിരുന്ന അവന്റെ ദേഹം. അവന്റെ ഹൃദയമിടിപ്പിന് കാതോർത്ത് നെഞ്ചിൽ തലവെച്ച് വർദ്ധിച്ച ഹൃദയമിടിപ്പൊതുക്കി ഇഷാനി. സേവിയുടെ ഇടതുകൈ അവളെ തന്നോട് ചേർത്തു പിടിച്ചു. കണ്ണുകളടച്ച് ഒരു വശത്തേക്ക് തലയിരിച്ച് കിടക്കുന്നവന്റെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് എഴുന്നേറ്റവൾ പുതപ്പെടുത്ത് അവന്റെ ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് നിലത്ത് ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങളെടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഫ്രഷായി വരുമ്പോഴേക്കും അവൻ ഉറക്കത്തിലേക്ക് വഴുതിയിരുന്നു. അവനെ ചേർത്തു പിടിച്ച് ആ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് അവന്റെ കൈക്കുഴയിൽ തലവെച്ച് കിടന്നവൾ. ക്ഷീണമുണ്ടായിരുന്നുകൊണ്ട് തന്നെ കിടന്നപാടെ അവൾ ഉറങ്ങിപ്പോയി. രാവിലെ പതിയിലും വൈകിയാണ് ഇഷാനി ഉണർന്നത്. അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനും കിടക്കുന്നുണ്ട്. അവന്റെ കൈയെടുത്ത് മാറ്റി എഴുന്നേറ്റവൾ താഴേക്ക് ചെല്ലുമ്പോൾ പൂമുഖത്ത് നിന്ന് സംസാരം കേൾക്കുന്നുണ്ട്. ആരെ ഈ നേരത്ത് ആലോചിച്ചുകൊണ്ട് ഇഷാനി അവിടേക്ക് ചെന്നു. മാമയാണ് വന്നിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ചെക്കന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? നാണക്കേട് ചില്ലറയല്ല. അമ്മ പറയുന്ന കേട്ട് ഇഷാനി അവിടേക്ക് ചെന്നു. ചാരുകസേരയിൽ ഉത്തരത്തിലേക്ക് നോക്കി കിടക്കുന്നുണ്ട് മാമ. മുഖമാകെ ചുവന്നിരിപ്പാണ്. എന്തോ അനർത്ഥം സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തം. ചേച്ചി വന്നു, പുതിയൊരു ന്യൂസ് ഉണ്ട്. ഭദ്രേട്ടിനെ നാട്ടുകാർക്ക് ചേർന്ന് കെട്ടിച്ചു വിട്ടെന്ന്. മാമ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ടാണ് ശ്രീകുട്ടി അത് പറഞ്ഞത്. എന്താ നീ പറയുന്നേ? ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു ഇഷാനി. നീ അറിയോന്നറിയില്ല, ആ കോളനിയിലെ ശിവന്റെ മോളാ ആ തുണിക്കടയിലേക്ക് പോകുന്ന ശിവാനി. അവളെ തേടി ചെന്നാണത്രേ. അമ്മയില്ലാത്ത പെണ്ണല്ലേ, എന്താണെന്ന് ആർക്കറിയാം. നാട്ടുകാർ കയ്യോടെ പിടിച്ചു. ശിവനാണെങ്കിൽ രാത്രിയായ കുടിച്ചു ബോധമില്ലല്ലോ. എല്ലാവരും കൂടെ അവിടെ പിടിച്ചു കെട്ടി കട തുറപ്പിച്ച് താലിമാലയും വാങ്ങി അമ്പലത്തിൽ കൊണ്ടുപോയി കെട്ടും കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. മാമ സങ്കടത്തോടെ പറയുന്നേട്ട് ഒരക്ഷരം പറയാതെ നിന്ന് പോയി ഇഷാനി. രാത്രി ആരും അറിയാതെ കള്ളപിടി വെക്കാൻ പോകുന്നവർക്ക് ഇങ്ങനെ തന്നെയാ മറുപടി കൊടുക്കേണ്ടത്. അത് പൊളിച്ചു. അവന്റെ ഗുണ്ടായുസ് അവിടെ ചെലവായിട്ടുണ്ടാവില്ല. ആ പെണ്ണിന് ഇനി എന്തെങ്കിലും സംഭവിച്ചാലേ അവനെ പൊങ്കാലിയുടെ ആ കോളനിയിലുള്ളവർ. സേവി ചിരിച്ചുകൊണ്ടാണ് അതും പറഞ്ഞങ്ങോട്ട് വന്നു. എല്ലാം നേരത്തെ അറിഞ്ഞിരുന്ന പോലെ. സേവിയുടെ ആ പറച്ചിലിൽ ഇഷാനി നെറ്റി വിളിച്ച് നോക്കി. അത് കണ്ടപ്പോൾ ആള് നോക്കി ഒറ്റക്കിണർക്കി കാണിച്ചുകൊണ്ട് ആ തിണ്ണയിലേക്ക് ഇരുന്നവൻ. ആ ചേട്ടായി പറഞ്ഞു ശരിയാ, അങ്ങനെ തന്നെ വേണം, ശ്രീകുട്ടി പറഞ്ഞു. ഏട്ടാ, ഏടത്തി എന്തു പറഞ്ഞു? രാജി ഏട്ടൻ നോക്കി ചോദിച്ചു. എന്തു പറയാനാ, നെഞ്ചത്തടിച്ച് കരഞ്ഞു പറഞ്ഞിരിക്കുന്നുണ്ട്. അല്ല, അവള് തന്നെയാണല്ലോ അവന് വളം വെച്ചു കൊടുത്ത്. വീട്ടിലേക്ക് തന്നെ പോകാൻ തോന്നില്ല ഇപ്പോ. ഇനി എന്തൊക്കെ കാണുന്നുണ്ട് ഭഗവാനെ പറഞ്ഞുകൊണ്ട് അയാളെ എഴുന്നേറ്റു. അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടാത്തതുകൊണ്ടാ ഇങ്ങോട്ട് വന്ന്. പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് വാർത്ത നിങ്ങൾ അറിയാനും വഴിയില്ലല്ലോ. പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഒരു കാര്യം പറയാൻ മറന്നു. കുറച്ചു കാലം ഇവിടുന്ന് മാറിക്കാൻ തോന്നുക. വല്ല കാശിക്കോ രാമേശ്വരത്തൊക്കെ പോയി മനസ്സൊന്ന് ശാന്താക്കിയിട്ട് വരാം. അപ്പൊ ഇനി യാത്രയില്ല. ഏട്ടന് എന്തൊക്കെയാ ഈ പറയുന്നത്? എങ്ങോട്ടും പോകണ്ട, സമാധാനമല്ലേ, കുറച്ചു ദിവസം ഇവിടെ നിൽക്ക്. ഏട്ടന് ആ അവസ്ഥയിൽ എവിടേക്കും വിടാൻ തോന്നിയില്ല രാജിക്ക്. അതൊന്നും ശരിയാവില്ല, ഞാൻ തീരുമാനിച്ചതാ, അതിലൊരു മാറ്റവും ഇല്ല. ആരുടെയും മറുപടി കാത്തിൽക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു അയാൾ. നമുക്ക് ഇറങ്ങാൻ നോക്കാം, അമ്മയെ കാണണം, കുറച്ച് കാര്യങ്ങളുണ്ട് ഓഫീസിൽ. ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പോകണം. മൂർത്തി സാറും ജോസ് കൂട്ടിയുണ്ടെങ്കിലും അങ്ങനെയല്ലല്ലോ, നമ്മുടെ കണ്ണെത്തിൻ്റെ അടുത്ത് നമ്മുടെ കണ്ണ് തന്നെ എത്തണ്ടേ. സേവി പറഞ്ഞപ്പോൾ എന്നവനെ കഴിക്കാൻ എടുത്തു വെക്കാം, വാ ശ്രീകുട്ടി. അമ്മയും ശ്രീകുട്ടി അകത്തേക്ക് പോയി. ഇഷാനി അവനെ ഒന്ന് ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് അടുത്തിരുന്നു. ഇശായ, ഞാൻ കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? അവന്റെ കണ്ണുകളിലേക്ക് തറപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചവൾ. നിന്നോട് എന്തിനാ വേണ്ടേ ഞാൻ കള്ളം പറയുന്നത്? പറ, എന്താ നിനക്ക് അറിയേണ്ടത്? ആളുടെ വലതു കൈ തന്റെ ഉള്ളം കയ്യിൽ വെച്ച് താലോലിച്ചുകൊണ്ട് കുസൃതിയോടെ ചോദിച്ചവൻ. അയാളെ കുടുക്കിയതിൽ ഇശാൻ എന്താ പങ്ക്? ആളുടെ ചോദിച്ചരം. അത് കുടുക്കിയത് ഞാൻ തന്നെയാ. അവൻ ആരാന്ന് അവന്റെ വിചാരം? തന്തകണം വാങ്ങിയതിന് മകള് കിടന്നെടുക്കെന്ന് പറഞ്ഞാ അതെ, നല്ല ആമ്പിള്ളേരവൻ കണ്ടിട്ടില്ല. അവനെ ഒടിച്ചു മടക്കി മൂലക്കെടുത്ത് അറിയാൻ പാടില്ലായിട്ടല്ല. പിന്നെ ഞാനത് ചെയ്യാത്തത്. ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ മനുഷ്യനോർത്താ. സത്യം പറഞ്ഞ ഞാനൊന്നും അറിഞ്ഞില്ല. ഇന്നലെ രാത്രി എനിക്കൊരു ഫോൺ വന്ന് താനും കണ്ടല്ലേ ഞാൻ പുറത്തേക്ക് പോയത്. അവൻ പറഞ്ഞു തുടങ്ങി.
ശരിയാണ് ഓർത്തവൾ. വിളിച്ച ഗൗരിയായിരുന്നു. ഈ പറഞ്ഞ ശിവാനി എന്ന പെൺകുട്ടി തുണിക്കടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ ഭീഷണിപ്പെടുത്തി രാത്രി വീട്ടിൽ വരുന്നു, അല്ലെങ്കിൽ അവിടെ അച്ഛൻ വാങ്ങി 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. ആ കുട്ടി ആ പേടിച്ചു പോയി. വരുന്ന വഴിക്ക് പാർക്കിൽ നിന്ന് ചാടാൻ നോക്കി. സന്ധ്യാസമയമായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. പുതിയ IPS ഓഫീസർ ഡാനിയൽ ഈശ്വർ ആ വഴി വന്ന ആ സമയമായിരുന്നു. അയാൾ അവളെ തടഞ്ഞു നിർത്തി. അയാളാണ് ഗൗരി അറിയിച്ചത്. ഗൗരി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ആ പെൺകുട്ടി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവനെ പൂട്ടാൻ തീരുമാനിച്ച 2 ഓഫീസർമാർ കൂടിയാണ്. നാട്ടുകാരുടെ ഒരു ഇടപെടൽ വേണല്ലോ. അതിനെ എന്നെ വിളിച്ച് കുറച്ച് ആളെ സംഘടിപ്പിച്ചു കൊടുക്കാം. ജോസ് ഊട്ടി അത് കൃത്യമായി ചെയ്തു. ഞാൻ അവൻ്റെ നമ്പർ കൊടുത്തു. പിന്നെ അവർ കൈകാര്യം ചെയ്തു. നമ്മുടെ ഫാക്ടറിയിലെ യൂണിയൻ നേതാവ് സുബി ആ കോളനിയിലുള്ളതാ. അങ്ങനെ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടി. ഇപ്പൊ മനസ്സിലായില്ലേ അവനെങ്ങനെയാ പൂട്ടിയതെന്ന്? സേവി പറയുന്ന കേട്ട് അന്നും വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരുന്നു പോയി ഇഷാനി. ആളുടെ വാറിയാ തുറന്നുപോയി. വായടച്ചു പിടിക്കൊണ്ടേ ഈ ചേറും. ആളുടെ ചുണ്ടുകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞവൻ. എന്നാലും ആളെന്തോ പറയാൻ വാ തുറന്ന് അവൻ എഴുന്നേറ്റു. അതെ പെണ്ണേ, എനിക്ക് നല്ല വിശപ്പുണ്ട്, വന്നേ കഴിച്ചിട്ട് പോകാൻ നോക്കാം. ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരാളുടെ വിധി കുറച്ചു കാലമായിട്ട് നീട്ടി വെച്ചിട്ട് അതൊക്കെ തീർക്കണം. എന്നാലേ മനസ്സമാധാനം കിട്ടും. അവനെന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ആളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നവൻ. ഈ സമയം IPS ഓഫീസർ ഡാനിയൽ ഈശ്വർ തന്റെ വാഹനത്തിൽ ഓഫീസിലെത്തി. അയാൾ ഗൗരിയെ വിളിപ്പിച്ചു. സർ. ഗൗരി റൂമിൽ വന്ന് സല്യൂട്ട് ചെയ്തു. ഗൗരി ടേക്ക് യുവർ സ്വീറ്റ്. എതിരെ കിടക്കുന്ന കസേര ചൂണ്ടി പറഞ്ഞു ഡാനിയൽ ഈശ്വർ. ഇന്നലെ താൻ എന്നോട് ഒരു കാര്യം മറച്ചു വെച്ചു, ശരിയല്ലേ? ഡാനിയൽ അവളെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചു. സർ, അത് ഭദ്രന്റെ ഭർത്താവായിരുന്നു എന്നത് എൻ്റെ ധാരണ മാത്രമായിരുന്നു. നിയമപരമായിട്ട് അയാൾ എൻ്റെ ഭർത്താവല്ല. സോറി സർ. കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശിവാനി സേഫാണ് സർ. ഞാൻ വിളിച്ചിരുന്ന അവളെ. ആ സംസാരം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിച്ചില്ല. പിന്നെ അവൻ ജോസൂട്ടി പറഞ്ഞ വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നു ഈശ്വർ. തൻ്റെ എതിരെ ഇരിക്കുന്ന യൂണിഫോം ഇട്ട പെൺകുട്ടിയോട് ഒരേ സമയം സഹതാപവും ബഹുമാനവും തോന്നിയ അയാൾക്ക്. ഓക്കെ ഗൗരി, അതൊക്കെ വിടാം. പിന്നെ എനിക്ക് കിട്ടേണ്ട ഫയലൊന്ന് നോക്കി തരണം. ചന്ദ്രശേഖർ കേസ്, അന്നത്തെ കേസ് ഹിസ്റ്ററി ഉൾപ്പെടെ എല്ലാം. അതുവരെ കണ്ട ഈശ്വരല്ലായിരുന്നു അപ്പോൾ തന്റെ മുന്നിലെന്ന് ഓർത്തുപോയി ഗൗരി. ആ കണ്ണുകളിൽ വല്ലാത്തൊരു കനൽ തെളിഞ്ഞു കണ്ടവൾ. ഡാനിയൽ ഈശ്വർ അവിടെ പോസ്റ്റിംഗ് വാങ്ങി വന്ന് വെറുതെ ഇല്ലെന്ന് മനസ്സിലായിരുന്നു അവൾക്ക്. ഇഷാനിയുടെ അച്ഛന്റെ കേസ് ഫയലാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിലെന്തോ കാര്യമുണ്ട്. ഓക്കെ സർ പറഞ്ഞുകൊണ്ട് ഗൗരി ഇറങ്ങിപ്പോയി. ഉറക്കമുണർന്നിട്ടും ഭദ്രൻ കിടക്കയിൽ തന്നെ കിടന്നു. രാത്രി ആരൊക്കെയോ തന്റെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട്. അത് ഉറപ്പായി അവന്. മേലും കൈ അത്രയ്ക്ക് വേദനിക്കുന്നുണ്ട്. ചായ. വാതിൽ തുറന്ന് കയറി ഒന്നാൾ കണ്ടപ്പോൾ അവന്റെ മുഖം ചുവന്നു. കുളി കഴിഞ്ഞ് മുടി തോർത്ത് മുണ്ടിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ആളുടെ കണ്ണുകളിൽ ഇപ്പോൾ ആ ദയനീയ ഭാവമില്ല. നീ രണ്ടും കൽപ്പിച്ച് തന്നെയല്ലേ? അവൻ ചോദിച്ചു. അതെ, രണ്ടും കൽപ്പിച്ച് തന്നെയാ ശിവാനി. ഏതായാലും എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് പൈസ തരാനുണ്ട്. നിങ്ങൾക്ക് വേണ്ട എൻ്റെ ശരീരവും. എന്തായാലും ആളുകൾ ഇടപെട്ട് നന്നായി. ഒരു വിവാഹം നടന്നിട്ട് ഇപ്പം എന്താ ചെലവ്? നിങ്ങളുടെ ആഗ്രഹം നടന്നു, എൻ്റെ അച്ഛൻ്റെ കടവും തീർന്നു. പിന്നെ എന്നെ കെട്ടിയെന്ന് വെച്ച് നിങ്ങളുടെ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ സേഫാ. ആരുടെ കിടക്ക പങ്കിടാൻ പോയാലും ഈ താലിൻ്റെ കഴുത്തി കിടക്കുന്ന കാലം നിങ്ങളുടെ ഭാര്യ ഞാൻ തന്നെയാണ്. എങ്ങനെയൊക്കെയോ ജീവിച്ചു പോയായിരുന്നു ഞാൻ. ഇപ്പോൾ ഒരാളുടെ ഭാര്യ പദവിയെങ്കിലും ഉണ്ടല്ലോ. വലിയ വീട്ടിൽ ഭദ്രൻ്റെ ഭാര്യ. ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാത്തൊരു ബന്ധം. നിങ്ങൾക്ക് എൻ്റെ ശരീരം സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ മനസ്സിലിടം പിടിക്കാൻ ഭദ്രൻ വീണ്ടും ജനിക്കേണ്ടി വരും. പറഞ്ഞുകൊണ്ട് അവൾ ചായ ടേബിൾ വെച്ചിട്ട് തിരികെ നടന്ന് വാതിൽക്കിൽ നിന്നൊന്നും തിരിഞ്ഞു നോക്കി. ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ ബോധിച്ച മട്ടില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല. എനിക്ക് ജോലിക്ക് വേണം. എൻ്റെ ആവശ്യത്തിന് ആരുടെ മുമ്പിൽ കൈനീട്ടാൻ തൽക്കാലം ഉദ്ദേശമില്ല. പറഞ്ഞുകൊണ്ട് അവൾ ആ വാതിൽ കടന്നു പോയപ്പോൾ തലയിൽ കൂടം കൊണ്ട് അടികിട്ടിയ പോലെ ആയിപ്പോയവൻ. ഒരു ചമ്മലുമില്ലാതെ അവൾ ജോലിക്ക് പോയാൽ വലിയ വീട്ടിൽ ഭദ്രനെ കൊച്ചാക്കാൻ തന്നെയാണ് ശിവന്റെ മോള് കൂടും കുടുക്കിയെടുത്ത് വന്നിരിക്കുന്നത്. സ്വയം തലമുടിയിൽ പിടിച്ചു വലിച്ചവൻ താൻ വാരിക്കുഴിയിലാണ് ചാടിയിരിക്കുന്നത്. തനിക്കിനി ഒരു മോചനമില്ല. അല്ലെങ്കിലും തന്നെ ഈ ജീവിതം കൊണ്ട് ആർക്കാ പ്രയോജനം? കുത്തഴിഞ്ഞ ജീവിതം, വേണ്ടുവോളം പണം, എന്നിട്ടോ സമാധാനം എന്നത്. എടാ നാണം കെട്ടവനെ, ആ പെണ്ണ് ജോലിക്ക് പോവാന്ന് പറഞ്ഞ് പോയി. കൂട്ടുമ്പോ മുടിഞ്ഞു പോയല്ലോടാ. നിനക്ക് ഇവിടെ ഉള്ളവരെ നാണം കെടുത്തി മതിയായില്ലേ? അമ്മ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നപ്പോൾ ഭദ്ര എഴുന്നേറ്റിരുന്നു. അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി നിന്റെ പഴയ സ്വഭാവം മാറ്റിവെച്ച് അവളെ സ്നേഹിച്ച് കഴിയാൻ നോക്ക്. മതി, ഇതുവരെ മതിച്ച് നടന്നില്ലേ? ഇനിയെങ്കിലും ഒന്ന് അവനവന് വേണ്ടി ജീവിക്ക്. ഭദ്രൻ അമ്മ പറഞ്ഞ വാക്കുകൾക്ക് മറുപടി പറയാതെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ജനലിലേക്ക് നടന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ അവളുടെ വാക്കുകൾ തന്നെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങുന്ന പോലെ തോന്നി. നിങ്ങൾക്ക് എന്റെ ശരീരം സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ മനസ്സിലിടം പിടിക്കാൻ ഭദ്രൻ വീണ്ടും ജനിക്കേണ്ടി വരും. അവൻ ചുണ്ടുകൾ കടിച്ചു. ജീവിതത്തിൽ ഇതുവരെ ഒരാൾ പോലും ഇങ്ങനെ നേരെ കണ്ണിൽ നോക്കി സംസാരിച്ചിട്ടില്ല. പണം, അധികാരം, ഭീഷണി ഇവയൊക്കെ ഉപയോഗിച്ചാണ് എല്ലാം നേടിയിരുന്നത്. പക്ഷെ അവൾ ശിവാനി, ആൾക്കിപ്പോ ഒന്നും പേടിയില്ല. കിടക്കയിൽ കിടന്നപ്പോൾ തന്നെ ശരീരത്തിലെ വേദന വീണ്ടും ഓർമ്മ വന്നു. ഇന്നലെ രാത്രി നടന്നത് അല്പം മങ്ങിയ ഓർമ്മകൾ മാത്രം. മധ്യലൈനിൽ താൻ എന്തൊക്കെയോ ചെയ്തതും അവൾ തടഞ്ഞതും ആൾക്കറിഞ്ഞ ആളെ കൂട്ടിയതും എല്ലാവരും കൂടി തന്നെ കെട്ടിയിട്ടത് അങ്ങനെയെല്ലാം തെളിഞ്ഞു വന്ന മനസ്സിൽ. അവൻ വേഗം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖത്ത് നീലിച്ച പാടുകൾ, കയ്യിൽ നഖപ്പാടുകൾ. അവൾ തന്നെയാവും. അവൻ തലവെട്ടിച്ചു.
വീട്ടിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുമ്പോൾ ശിവാനി തന്റെ മുഖം അമർത്തി തുടച്ചു, നിറഞ്ഞ മിഴികൾ തുടച്ചു മാറ്റി. ഇനി കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇന്നലെ രാത്രി അനുഭവിച്ച അപമാനം, ഭയം, അതെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇനി ആരും തന്നെ അടക്കി വെക്കില്ല. ബസ് എത്തി. ആൾ കയറി സീറ്റിലിരുന്നു. ആളുടെ ചിന്തകൾ തിരിഞ്ഞത് അച്ഛനിലേക്കായിരുന്നു. കടബാധ്യതകൾ, മദ്യപാനം, ഇവയെല്ലാം ഒഴിവാക്കാൻ തന്നെയാണ് ഈ വിവാഹം. ഇതൊരു ഇടപാടാണ്, സ്നേഹമല്ല, ആൾ മനസ്സിൽ പറഞ്ഞു. ശിവാനി ടെക്സ്റ്റൈൽസിലെത്തി. അവിടെയുള്ളവർക്ക് അവിടെ വിവാഹം വലിയ ചർച്ചയായിരുന്നു. അവരെങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു. എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയില്ലേ? നീ എന്തിനാ കെട്ടിയത്? സുഹൃത്ത് മീന ചോദിച്ചു. എന്തായാലും കെട്ടണം, എന്നാ പിന്നെ തേടി വന്നത് തന്നെയാകുമ്പോ ചെലവ് പറഞ്ഞില്ലേ? ശിവാനി ചെറിയൊരു ചിരിയോടെ മറുപടി പറഞ്ഞു. അവൻ എത്ര പെണ്ണുങ്ങളായിട്ട് ബന്ധുണ്ടെന്ന് അറിയോ നിനക്ക്? അർച്ചന ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. അവൾ നിമിഷം നിശബ്ദയായി. പിന്നെ നെടുവീർപ്പോടെ പറഞ്ഞു, ആയിക്കോട്ടെ, എന്തായാലും ഈ താലിയുടെ ബലത്തിൽ ചുറ്റും പറക്കുന്ന കാമുക്കണിൽ നിന്ന് രക്ഷപ്പെടാം, അതുമാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ആൾ പറഞ്ഞുകൊണ്ട് തന്റെ ജോലിയിലേക്ക് കടന്നു. സേവി മിഷാനി യാത്ര പറഞ്ഞിറങ്ങി. തന്നോട് വിവരങ്ങളെല്ലാം മറച്ചു വെച്ച സങ്കടം ഉണ്ടായിരുന്നു അവൾക്ക്. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ആളുടെ മുഖം കടന്നൽ കുത്തേറ്റ പോലെ വീർത്തിരുന്നു. ദയപ്പെണ്ണെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രാത്രി അതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് നീ ടെൻഷൻ അടിക്കണമെന്ന് കരുതിയാ ഞാനൊന്നും പറയാതിരുന്നത്. അവൻ ദേഷ്യപ്പെട്ടു. എനിക്കറിയാം ഇച്ചാൻ എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ഓരോ വഴക്കിനും അക്കാടത്തിനും പോകും. എന്റെ മനസ്സിലെ കോടതിക്ക് മുമ്പിൽ നിരക്കാത്തെറ്റൊന്നും ഞാൻ ചെയ്യത്തില്ല. നീ അതോർത്ത് പേടിക്കണ്ട. അപ്പൊ ഞാൻ ചോദിച്ചാൽ ശരിയാ, എന്തൊക്കെയുണ്ട് ഈ മനസ്സിൽ? ആളുടെ വലിയ കണ്ണുകൾ നിറഞ്ഞു. ഈ പെണ്ണിന്റെ ഒരു കാര്യം, നീ ആദ്യം ഓഫീസിലൊന്നും വലിയ ജാൻസി റാണി ആയിരുന്നല്ലോ. എന്താ ഇപ്പൊ ജാൻസി റാണിയുടെ വീരെല്ലാം തണുത്തു പോയോ? അതെ, ചോർന്നു പോയി. ഒരാളെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു തുടങ്ങിയ പിന്നെ അയാളോട് ഭ്രാന്തി പിടിച്ചൊരു ഇഷ്ടം തോന്നും. ഒരിക്കലും കൈവിട്ട് പോരെന്ന് ആഗ്രഹിച്ചു പോകുന്നൊരു ഇഷ്ടം. അങ്ങനെ ഒരു ഇഷ്ടത്തെയാണ് ഞാനിപ്പോൾ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോരെന്ന് ആഗ്രഹിച്ചു പോകുന്ന എന്നെ മരണവരെ കൺമുമ്പിൽ കാണണമെന്നും പ്രാർത്ഥനയോട് ആഗ്രഹിച്ചു പോകുന്നൊരു മുഖം മനസ്സിൽ പതിഞ്ഞുപോയി. കാഞ്ഞിരത്തെങ്കിൽ സേവിച്ചെൻ്റെ ഇഷാനി ചന്ദ്രശേഖരൻ്റെ പ്രാണവായി. അവന് തോളിലേക്ക് ചാരി കണ്ണു നിറച്ചുകൊണ്ട് അവളത് പറഞ്ഞപ്പോൾ അവന് നെഞ്ചിലൊരു കൊളുത്തിവലി തോന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.